ഹായ് മക്കളെ, സ്വാഗതം. പെർസെൻറ്റേജിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ കുറേ ബേസിക് കാര്യങ്ങൾ, കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു. ഇന്നും കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്ലസ് കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. എപ്പോഴും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് നമുക്ക് ഒത്തിരി ആവശ്യമുള്ളൊരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നൊരു കടമ്പ നമുക്ക് കടക്കാനുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കണക്കുകളുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കണക്കുകളുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പം പെർസെൻറ്റേജ് നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സാവകാശം വൃത്തിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു റേഞ്ച് ഇല്ലാത്ത, ബേസ് ഇല്ലാത്ത കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നു. എന്നാൽ എല്ലാ റേഞ്ചിലുള്ള ചോദ്യങ്ങളും, കൂടിയ ചോദ്യങ്ങൾ, ടഫായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മക്കളെ, 3 ടൈപ്പുകൾ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 4ാമത്തെ ടൈപ്പിലേക്ക് വരുവാണ്. ഓക്കെ, 40ൻ്റെ 25% എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? യെസ്, 40ൻ്റെ അല്ലേ, 40ൻ്റെ 25% കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 40ൻ്റെ 25% കാണാനുള്ള മാർഗം ഇക്വേഷനാണ് അല്ലേ. എങ്ങനെയാണ് 40ൻ്റെ 25% കാണുന്നത് മക്കളെ? 40ൻ്റെ 25% കാണാൻ 40ൻ്റെ എന്ന് പറഞ്ഞാൽ 40 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ്. അപ്പം ഗുണിക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ. 40ൻ്റെ 25% കാണണ്ടേ. 25% എന്ന് പറഞ്ഞാൽ 25/100 ആണെന്ന് നമ്മൾ പഠിച്ചു. ആണോ? ഒരു സംഖ്യയുടെ x% അല്ലെങ്കിൽ x% എന്ന് പറഞ്ഞാൽ x/100 ആണെന്ന് ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചത് ഓർക്കണില്ലേ? അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 25/100. അപ്പം 40ൻ്റെ 25% കാണാൻ 40 ഇൻറ്റു 25/100. ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ 40ൻ്റെ 25% കിട്ടും. അപ്പോൾ ഇതും വെട്ടിപ്പോയി. 4 തവണ 40/4 10 ആണ് 40ൻ്റെ 25% എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 60ൻ്റെ 15% കാണണം. എങ്ങനെയാണ് 60ൻ്റെ 15% കാണുന്നേ? ഇതിൻ്റെ ഇക്വേഷൻ 60ൻ്റെ 15% കാണാതെ ഒന്നും പഠിക്കണ്ട. 60ൻ്റെ എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 15% എന്ന് പറഞ്ഞാൽ 15/100. കണ്ടോ? x% x/100. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ 15/100. കണ്ടോ? 60ൻ്റെ 15% ഈക്വൽ ടു 60 ഇൻറ്റു 15/100. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. ദേ ഈ 100ഉം 60ഉം 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 5 തവണ. 5ഉം 15ഉം വെട്ടിക്കളയാം. 3 ഇൻറ്റു 3 9 കിട്ടും 60ൻ്റെ 15%. കണ്ടോ? ഇനി 250ൻ്റെ 8% കാണാൻ 250ൻ്റെ 8% അല്ലേ. 250ൻ്റെ 8% കാണാൻ 250 ഇൻറ്റു 8/100. ഇതാണ് 250ൻ്റെ 8%. 250 ഇൻറ്റു 8/100 ആണോ? യെസ്. 50 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ. 50 വെച്ച് വെട്ടിക്കളയാം. ഇത് 5 തവണ. ശരിയാണോ? 2ഉം 8ഉം വെട്ടിപ്പോയി 4. 4 20 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ 250ൻ്റെ 8% 20. അപ്പം ഇങ്ങനെ ശതമാനങ്ങൾ കാണാൻ നോർമലി ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇനി അത് കാണാതെ പഠിക്കരുത്. എയുടെ B% വെക്കലു A ഇൻറ്റു B/100 എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കാണാതെ പഠിക്കുന്നത് കാണാം. കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല മക്കളെ. 40ൻ്റെ 25% എന്ന് പറഞ്ഞാൽ ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഓഫാണ്, എന്ന് വെച്ചാൽ ഗുണിക്കുക എന്നാണ്. 40ൻ്റെ 25% കാണാൻ 40 ഇൻറ്റു 25/100 ചെയ്യണം. 60ൻ്റെ 15% കാണാൻ 60 ഇൻറ്റു 15/100 ചെയ്യണം. 250ൻ്റെ 8% കാണാൻ 250 ഇൻറ്റു 8/100 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. ശരി, ഇനി നമ്മൾ മക്കളെ എപ്പോഴും ഇങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പലരും 4500ൻ്റെ 10% കാണാനൊക്കെ എപ്പോഴും ഇക്വേഷൻ യൂസ് ചെയ്യുന്ന കാണാം. 4500ൻ്റെ 10% കാണാൻ പറഞ്ഞാൽ 4500 ഇൻറ്റു 10/100 എന്ന് എഴുതിയിട്ട് പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് 450 എന്ന് എഴുതുന്നത് കാണാം. 10% കാണാനും 5% കാണാനും 1% കാണാനും എന്ത് കാണാൻ ചോദിച്ചാലും എല്ലാവരും ഇക്വേഷൻ യൂസ് ചെയ്യും. അങ്ങനെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ. മനക്കണക്കായിട്ട് ചെയ്യാം.
ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റി പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഒന്ന് നോട്ടായിട്ട് എഴുതി വെക്കണേ. ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. നമുക്ക് 4500ന്റെ 10% കാണണമെന്ന് വിചാരിക്കുക. 4500 എന്ന സംഖ്യയുടെ പോയിന്റ് ഈ ലാസ്റ്റാണ് കിടക്കുന്നത്. നമ്മൾ ആ പോയിന്റ് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇടത്തോട്ട് മാറ്റുമ്പോൾ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ഉത്തരം 450 എന്ന് വരും. ഇങ്ങനെയാണ് 4500ന്റെ 10% കാണുന്നത്. കണ്ടോ? 300ന്റെ 10% കാണാൻ 300ന്റെ പോയിന്റ് ഇവിടെ കിടക്കണേ. ഒരു പോയിന്റ് മാറ്റുമ്പോൾ 30 മാറും. 40ന്റെ 10% കാണണം. 40ന്റെ 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 40ന്റെ പോയിന്റ് ഇവിടെ കിടക്കുന്ന ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ ഇങ്ങോട്ട് വരും 4 എന്നാകും. അപ്പോൾ ഒരു സംഖ്യയുടെ 10% കാണാൻ എന്ത് ചെയ്യണം മക്കളെ? ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുക എന്നൊന്ന് ഓർത്തു വെക്കുക. അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും എത്ര ചെറിയ സംഖ്യയാണെങ്കിലും സിമ്പിളായിട്ട് 10% കാണാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെയും 10% വേഗം പറഞ്ഞ്. 4500ന്റെ 10% ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 450. 300ന്റെ 10% ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 30. 40ന്റെ 10% ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 4. 25ന്റെ 10% ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 2.5. 8ന്റെ 10% ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 0.8. കണ്ടോ? അപ്പൊ ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ 10% കാണാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. കേട്ടോ? സൈഡിലേക്ക് എഴുതി വെച്ചോണം നോട്ടായിട്ട്. എന്നിട്ട് ഈ എക്സാമ്പിളും കൂടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അപ്പോൾ എത്ര വലിയ സംഖ്യയാണെങ്കിലും 10% സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 2540ന്റെ 10% 254. 1235ന്റെ 10% 123.5. 12ന്റെ 10% 1.2. 200ന്റെ 10% 20. 1500ന്റെ 10% 150. 80ന്റെ 10% 8. കണ്ടോ? അപ്പൊ ഇനി ഇക്വേഷൻ യൂസ് ചെയ്തേക്കരുത്. ഇത് ചെയ്യുമ്പോൾ 10% കാണേണ്ട വന്നാൽ ഒരിക്കലും ഇക്വേഷൻ യൂസ് ചെയ്ത് മനക്കണക്കായിട്ട് ചെയ്തോളാം. റെഡിയല്ലേ? ശരി. ഇനി ഒരു സംഖ്യയുടെ 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഇപ്പൊ നോക്കിയേ, 6000. 6000ത്തിന്റെ 10% കാണാൻ 1 പോയിന്റാണ് മാറ്റണ്ടേ. 1% കാണാൻ 2 പോയിന്റ് മാറ്റും. മക്കളെ, 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പം ഇവിടെയുള്ള പോയിന്റ് ഇങ്ങോട്ടായിട്ട് മാറും. കണ്ടോ? എത്രയായിട്ട് മാറും? 60. പറഞ്ഞ് മനസ്സിലായോ? 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. യെസ്. 10% കാണാൻ 1 പോയിന്റ്, 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെ ആൻസർ പറയണേ. 6000ത്തിന്റെ 1%. 10% 600 അല്ലേ? 1% 2 പോയിന്റ് മാറ്റുമ്പം 60. കണ്ടോ? യെസ്. 3500ന്റെ 1%. 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 35. കണ്ടോ? 250ന്റെ 1%. 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പം 2.5. കണ്ടോ? 80ന്റെ 1%. 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ 0.8. 2ന്റെ 1%. 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റുമ്പോൾ ഒരു 0യും കൂടെ ചേർക്കണം, 0.02. അപ്പോൾ ഒരു സംഖ്യയുടെ 1% കാണാൻ എന്ത് ചെയ്യണം മക്കളെ? 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 10% കാണാൻ 1 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. 1% കാണാൻ 2 പോയിന്റ്. അപ്പോൾ ഓർക്കുക, എത്ര വലിയ സംഖ്യയും ചെറിയ സംഖ്യയാണെങ്കിലും 10 1 വേഗം കണ്ടുപിടിക്കാം. ശരിയല്ലേ? 2500ന്റെ 10% 250. 1% 25 ആണോ? 1350ന്റെ 10% 135. 1% 13.5 അല്ലേ? 2700ന്റെ അല്ലെങ്കിൽ 27000ത്തിന്റെ 10% 2700. 1% 270. കണ്ടോ? 100ന്റെ 10% 10. 1% 1 അല്ലേ? 1832ന്റെ 10% 183.2. 1% 18.32. ഓക്കെ ആണോ? അപ്പോൾ 1%വും 10%വും കാണുന്നത് മനസ്സിലായോ? പക്കയായിട്ട്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലുണ്ടാവണം. ഇനി എപ്പോഴും 1%വും 10% ഇങ്ങനെ കാണാവുള്ളൂ. ഓക്കെ. അങ്ങനെയെങ്കിൽ മക്കളെ, ബാക്കി നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ 5% കാണുന്നത്?
എപ്പോഴും ഓർക്കുക 5% 10%ത്തിൻ്റെ പകുതിയായിരിക്കും അല്ലേ? 10%ത്തിൻ്റെ പകുതിയാണ് 5%. അപ്പം 1200ൻ്റെ 5% കാണണം. ആദ്യം 10% എത്രയാണെന്ന് നോക്കണം. 10% 120. അപ്പം 5% അതിൻ്റെ പകുതി 60. കണ്ടോ? 800ൻ്റെ 5%. 10% 80. അപ്പം 5% 40. കണ്ടോ? 300ൻ്റെ 5%. 10% 30. അപ്പം 5% 15. കണ്ടോ? 40ൻ്റെ 2.5%. 2.5% കാണാൻ 5%ത്തിൻ്റെ പകുതി എടുക്കണം അല്ലേ? ഓക്കെ. 40ൻ്റെ 10% 4. 5% 2. 2.5% 1. കണ്ടോ? 10ൻ്റെ 2.5%. 10ൻ്റെ 10% 1. 5% 1ൻ്റെ പകുതി 0.5. 2.5% 0.5ൻ്റെ പകുതി 0.25. കണ്ടോ? അപ്പം 10% കാണാൻ 1 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. 5% കാണാൻ 10%ത്തിൻ്റെ പകുതി എടുക്കണം. 2.5% കാണാൻ 5%ത്തിൻ്റെ പകുതി എടുക്കണം. ഈ ലോജിക്ക് യൂസ് ചെയ്തോണം. വേറെ ഒന്നുമില്ല, സിമ്പിൾ പരിപാടി. ഇനി ബാക്കി 7000ൻ്റെ 20% കാണണം. മക്കളെ, 20% എന്ന് പറഞ്ഞാൽ 10%ത്തിൻ്റെ ഇരട്ടിയല്ലേ? അപ്പം 20% കാണാൻ 10% കാണുക 700, ഇരട്ടിയെടുക്കുക 1400. കണ്ടോ? 600ൻ്റെ 20% കാണാൻ 10% 60, 20% 120. കണ്ടോ? 400ൻ്റെ 30% കാണാൻ 10% 40, 30%, 40ൻ്റെ 3 ഇരട്ടി 120. 400ൻ്റെ 30%, 10% 40, 30%, 3 ഇരട്ടി 120 അല്ലേ? 80ൻ്റെ 60%, 80ൻ്റെ 10% 8, 60% അതിൻ്റെ 6 ഇരട്ടി 6, 8, 48. കണ്ടോ? 20ൻ്റെ 70%, 10% 2, 70% അതിൻ്റെ 7 ഇരട്ടി 2ൻ്റെ 7 ഇരട്ടി 14. കണ്ടോ? അപ്പം നമുക്ക് എല്ലാ കണക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ വാദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവകാശപ്പെടുന്നത്. നമുക്ക് കുറേ കണക്കുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? കുറേ കണക്കുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതെല്ലാം വെറുതെ അനാവശ്യമായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്താൽ ചെയ്യുന്നത്. 20% കാണാൻ എപ്പോഴും 10%ത്തിൻ്റെ ഇരട്ടി എടുത്താൽ പോരെ? അപ്പോൾ 20% എന്ന് പറയുമ്പോഴേ 10ൻ്റെ ഇരട്ടിയാണെന്ന് ആലോചിക്കുക. പറഞ്ഞ മനസ്സിലായോ? 30% കാണാൻ ചോദിക്കുമ്പോൾ 10%ത്തിൻ്റെ 3 ഇരട്ടി എടുത്താൽ പോരെ? 10% വേഗത്തിൽ കാണാൻ അറിയാം. 40% കാണാൻ ചോദിച്ചാൽ 10%ത്തിൻ്റെ 4 ഇരട്ടി എടുത്താൽ പോരെ? 60% കാണാൻ ചോദിച്ചാൽ 10%ത്തിൻ്റെ 6 ഇരട്ടി എടുത്താൽ പോരെ? 80% കാണാൻ ചോദിച്ചാൽ 10%ത്തിൻ്റെ 8 ഇരട്ടി എടുത്താൽ പോരെ? എപ്പോഴും 10% കാണാൻ 1 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റിയാൽ മതി. 10% കാണാൻ നല്ല എളുപ്പമാണ്. അപ്പം 10%ത്തിൻ്റെ മൾട്ടിപ്പിൾസ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ടെക്നിക്ക് മനസ്സിലായോ മക്കളെ? അങ്ങനെയാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇനി ഇതൊന്ന് പറഞ്ഞേ. എങ്ങനെയാണ് 1400ൻ്റെ 2% കാണുന്നത്? 2% കാണാൻ ചോദിച്ചാൽ 1% കണ്ടിട്ട് ഇരട്ടിയെടുക്കണം അല്ലേ? 10% കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നമുക്കറിയാം ഇതിൻ്റെ 1% 14 അല്ലേ? 1% കാണാൻ 2 പോയിൻ്റ് അടുത്തോട്ട് മാറ്റണം. അപ്പോൾ 2% എന്ന് പറഞ്ഞാൽ 28ആണ്. 900ൻ്റെ 2% കാണാൻ 1% 9 അല്ലേ? അപ്പോൾ 2% 18ആണ്. 500ൻ്റെ 3% കാണാൻ 1% 5 അല്ലേ? 3% 15ആണ്. 800ൻ്റെ 6% കാണാൻ 1% 8 അല്ലേ? 6% 6, 8, 48ആണ്. കണ്ടോ? 20ൻ്റെ 7% കാണാൻ 1% എത്രയാ? 0.2 അല്ലേ? അപ്പോൾ 7% 1.4 അല്ലേ? കണ്ടോ? അപ്പം 2% കാണാൻ ചോദിച്ചാൽ 1%ത്തിൻ്റെ ഇരട്ടി എടുക്കണം. 3% കാണാൻ ചോദിച്ചാൽ 1%ത്തിൻ്റെ 3 ഇരട്ടി എടുക്കണം. 7% കാണാൻ ചോദിച്ചാൽ 1%ത്തിൻ്റെ 7 ഇരട്ടി എടുക്കണം. 9% കാണാൻ ചോദിച്ചാൽ 1%ത്തിൻ്റെ 9 ഇരട്ടി എടുക്കണം. ചെയ്ത രീതി ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ കണക്കുകൾ ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക്. അപ്പം നമുക്ക് എല്ലാ കണക്കും ഇങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷേ അനേകം കണക്കുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതും അനാവശ്യമായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്താൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇക്വേഷൻ യൂസ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കണക്കുകളെല്ലാം ഈ രീതിയിൽ മനക്കണക്കായിട്ട് ചെയ്തോണം. കേട്ടല്ലോ? ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചതിൻ്റെ ബേസ്? ഏതൊരു സംഖ്യയുടെയും 10% കാണാൻ 1 പോയിൻ്റ് അടുത്തോട്ട് മാറ്റണം. മനസ്സിലായി?
ഏതൊരു സംഖ്യയുടെ 1% കാണാൻ 2 പോയിന്റ് ഇടത്തോട്ട് മാറ്റണം. മനസ്സിലായി? ഏതൊരു സംഖ്യയുടെ 5% കാണാൻ 10%ത്തിന്റെ പകുതി എടുക്കണം. ഏതൊരു സംഖ്യയുടെയും 2.5% കാണാൻ 5%ത്തിന്റെ പകുതി എടുക്കണം. ഏതൊരു സംഖ്യയുടെയും 20% കാണാൻ 10%ത്തിന്റെ ഇരട്ടി എടുക്കണം. 30% കാണാൻ 10%ത്തിന്റെ 3 ഇരട്ടി എടുക്കണം. 70% കാണാൻ 10%ത്തിന്റെ 7 ഇരട്ടി എടുക്കണം. ഏതൊരു സംഖ്യയുടെയും 2% കാണാൻ 1%ത്തിന്റെ ഇരട്ടി എടുക്കണം. 3% കാണാൻ 1%ത്തിന്റെ 3 ഇരട്ടി എടുക്കണം. 6% കാണാൻ 1%ത്തിന്റെ 6 ഇരട്ടി എടുക്കണം. അല്ലേ? 1ന്റെ മൾട്ടിപ്പിളാ ചോദിച്ചെങ്കിൽ 1% കണ്ടിട്ട് മൾട്ടിപ്പിൾസ് എടുക്കുക. 10ന്റെ മൾട്ടിപ്പിളാ ചോദിച്ചെങ്കിൽ 10% കണ്ടിട്ട് മൾട്ടിപ്പിൾസ് എടുക്കുക. അപ്പൊ ഇതൊരു ബേസാണ്, ഇതൊരു അടിത്തറയാണ്. നന്നായിട്ട് മനസ്സിലാക്കിക്കോണം ചെയ്യുന്ന രീതി. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് മക്കളെ. ഇതും കൂടെ നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഏതൊരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. അപ്പം ഒരു സംഖ്യയുടെ 100% കാണാൻ ആ സംഖ്യ 1 കൊണ്ട് ഗുണിച്ചാലും പോരെ? അങ്ങനെ പറയാൻ മേലെ? ഏതൊരു സംഖ്യയുടെ 100% ആ സംഖ്യ തന്നെയാണെങ്കിൽ ഏതൊരു സംഖ്യയുടെ 100% കാണണമെങ്കിൽ ആ സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ആണോ? അപ്പൊ ഏതൊരു സംഖ്യയുടെ 100% കാണാൻ സംഖ്യ ഇൻറ്റു 1. ഏതൊരു സംഖ്യയുടെ 200% കാണാൻ 100% സംഖ്യയാണെങ്കിൽ 200% സംഖ്യയുടെ ഇരട്ടിയാണ്. സംഖ്യ ഇൻറ്റു 2 ചെയ്താൽ മതി. ഏതൊരു സംഖ്യയുടെ 300% കാണാൻ സംഖ്യ ഇൻറ്റു 3 ചെയ്താൽ പോരെ? അപ്പോൾ ഒരു സംഖ്യയുടെ 100% കാണാൻ സംഖ്യ ഇൻറ്റു 1, 200% കാണാൻ സംഖ്യ ഇൻറ്റു 2, 300% കാണാൻ സംഖ്യ ഇൻറ്റു 3. അപ്പം 400% കാണേണ്ട വന്നാൽ സംഖ്യ ഇൻറ്റു 4. റെഡി? റെഡി. ഏതൊരു സംഖ്യയുടെ 50% കാണാൻ സംഖ്യ ബൈ 2 ചെയ്താൽ പോരെ? അല്ലേ? 50% സംഖ്യയുടെ പകുതിയല്ലേ? 50% കാണാൻ സംഖ്യ ബൈ 2. സംഖ്യ ബൈ 2 എന്നതിനെ സംഖ്യ ഇൻറ്റു 1/2 എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ് മക്കളെ. കണ്ടോ? സംഖ്യ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതും സംഖ്യ ഇൻറ്റു 1/2 എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 50% കാണാൻ സംഖ്യ ഇൻറ്റു 1/2 അല്ലെങ്കിൽ സംഖ്യ ബൈ 2. ഒരു സംഖ്യയുടെ 25% കാണാനോ സംഖ്യ ബൈ 4. 4/1 മക്കളെ 25. അപ്പോൾ ഒരു സംഖ്യയുടെ 25% കാണാൻ സംഖ്യ ബൈ 4. ഒരു സംഖ്യയുടെ 12.5% കാണാൻ സംഖ്യ ബൈ 8 അല്ലെങ്കിൽ സംഖ്യ ഇൻറ്റു 1/8. അത് ഓർത്തോണേ. ഒരു സംഖ്യയുടെ 12.5% കാണേണ്ട വന്നാൽ സംഖ്യ ഇൻറ്റു 1/8 ചെയ്യണം. കേട്ടല്ലോ? 25% കാണാൻ സംഖ്യ ഇൻറ്റു 1/4 ചെയ്യണം. 50% കാണാൻ സംഖ്യ ഇൻറ്റു 1/2 ചെയ്യണം. ഓക്കെ. ഏതൊരു സംഖ്യയുടെയും 75% കാണാൻ നമുക്കറിയാം 75% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4 അല്ലേ? 3/4 ഭാഗം അല്ലേ? അപ്പോൾ 75% കാണാൻ ഇൻറ്റു 3/4 ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ ഒരു സംഖ്യയുടെ 100% കാണാൻ സംഖ്യ ഇൻറ്റു 1, 200% കാണാൻ സംഖ്യ ഇൻറ്റു 2, 300% കാണാൻ സംഖ്യ ഇൻറ്റു 3, 50% കാണാൻ സംഖ്യയുടെ പകുതി, 25% കാണാൻ സംഖ്യയുടെ 4/1. ഒരു സംഖ്യയുടെ 25% കാണേണ്ട വന്നാൽ വേഗം സംഖ്യ ബൈ 4 ചെയ്തോണം. കേട്ടോ? അല്ലെങ്കിൽ സംഖ്യ ഇൻറ്റു 1/4. രണ്ടും ഒന്ന് തന്നെ. സംഖ്യയുടെ 12.5% കാണാൻ സംഖ്യ ബൈ 8 ചെയ്യണം. അല്ലേ? സംഖ്യയുടെ 75% കാണാൻ സംഖ്യ ഇൻറ്റു 3/4 ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ് മക്കളെ. ഒരു സംഖ്യയുടെ 11/9 കാണാൻ സംഖ്യ ഇൻറ്റു എന്ത് ചെയ്യണം? 1/9 ചെയ്യണം. കണ്ടോ? സംഖ്യയുടെ 11/9 കാണാൻ ചോദിച്ചാൽ സംഖ്യ ഇൻറ്റു 1/9. 33/3 കാണാൻ ചോദിച്ചാൽ സംഖ്യ ഇൻറ്റു 1/3. 66/2 കാണാൻ ചോദിച്ചാൽ സംഖ്യ ഇൻറ്റു 2/3. അപ്പോൾ 11/9 കാണാൻ ഇൻറ്റു 1/9 ചെയ്യണം. 33/3 കാണാൻ ഇൻറ്റു 1/3 ചെയ്യണം. 66/2 ചെയ്യാൻ ഇൻറ്റു 2/3 ചെയ്യണം. 8/3 കാണാൻ ഇൻറ്റു 1/12 കേട്ടോ. 8/3 കാണാൻ ഇൻറ്റു 1/12. 16/2 കാണാൻ ഇൻറ്റു 1/6. 16/2 കാണാൻ ഇൻറ്റു 1/6 കേട്ടോ. ഇതൊന്ന് കാണാതെ പഠിക്കണേ. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കണേ. കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ 8/3 കാണാൻ ഇൻറ്റു 1/6 1/12. 16/3 കാണാൻ ഇൻറ്റു 1/6 ചെയ്യണം. 66/2 ആണെങ്കിൽ ഇൻറ്റു 2/3 ചെയ്യണം. 33/3 ആണെങ്കിൽ ഇൻറ്റു 1/3 ചെയ്യണം.
ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതായതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെച്ചോ. ഇത്ര ഓക്കെ ആണോ മക്കളെ? മക്കളെ ഇനി ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. 650 24% എത്ര? നമുക്കറിയാം 650 24% കാണാൻ 650 ഇൻറ്റു 24/100 എന്ന് ഇക്വേഷൻ വെച്ച് ചെയ്യാം അല്ലേ? ചെയ്യാൻ നമുക്കറിയാം. വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണമല്ലോ. ഈ 100നെ 50 വെച്ച് വെട്ടിയാൽ 2 തവണ, 650നെ 50 വെച്ച് വെട്ടിയാൽ 600ൽ 12 തവണ 50, 650ൽ 13 തവണ. 2 24 വെട്ടിക്കളയാം 12, 13 ഇൻറ്റു 12 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 13 ഇൻറ്റു 12 156 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 156 ആണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് ഈ ലോജിക്ക് യൂസ് ചെയ്യാം. 650ൻ്റെ 24% അല്ലേ? 650ൻ്റെ 1% 6.5 അല്ലേ? അപ്പോൾ 24% കാണാൻ 6.5 ഇൻറ്റു 24 ചെയ്താലും പോരെ? കണ്ടോ? അതാകുമ്പോൾ നേരെ ഗുണിച്ച ഉത്തരം കിട്ടും. 1% 6.5. അപ്പോൾ 24% കാണാൻ 6.5 ഇൻറ്റു 24, എന്നാൽ ഉത്തരം 156 ഡയറക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ വെട്ടി ചെറുതാക്കി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, സോൾവ് ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 1%ൻ്റെ 24 ഇരട്ടി എടുത്താൽ 24% കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. കണ്ടോ? അടുത്ത ചോദ്യം 550ൻ്റെ 19%. ഇക്വേഷൻ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ 550 ഇൻറ്റു 19/100 ചെയ്യും അല്ലേ? എന്നിട്ട് വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യും. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ലോജിക്ക് ചെയ്താൽ 550ൻ്റെ 1% 5.5. അപ്പോൾ 19% കാണാൻ 1% ഇൻറ്റു 19 ചെയ്താൽ പോരെ? അപ്പം 5.5 ഇൻറ്റു 19 നേരെ ഗുണിച്ച ഉത്തരം എത്ര കിട്ടും? 104.5 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് വെട്ടിക്കളഞ്ഞ് സോൾവ് ചെയ്ത് ഉത്തരം 104.5 എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 1%ൻ്റെ 19 ഇരട്ടി എടുത്ത് 19% കാണാം. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ 160ൻ്റെ 15%. 160ൻ്റെ 15% കാണാൻ 160 ഇൻറ്റു 15/100 എന്ന് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എളുപ്പമാർഗം എന്താ? 160ൻ്റെ 15% കാണാൻ 1% 1.6 ആണ്. 15% കാണാൻ 1.6 ഇൻറ്റു 15 ചെയ്താൽ മതി. ആണോ? 1.6 ഇൻറ്റു 15 ഉത്തരം എത്ര കിട്ടും? 24 എന്ന് കിട്ടും. 24. കണ്ടോ? ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 10% 16 അല്ലേ? 5% 8 അല്ലേ? 16 + 8 24. അങ്ങനെ മനക്കണക്കായിട്ട് ആലോചിക്കാം. ഇത് എളുപ്പമുള്ളതായതുകൊണ്ട് എല്ലാം അങ്ങനെ പറ്റണമെന്നില്ല. ഇവിടെയാണെങ്കിലും വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാം. ഈ 0 വെട്ടിപ്പോയി, 5 വെച്ച് ഇത് 2 തവണ, 5 വെച്ച് ഇത് 3 തവണ, ഇതും വെട്ടിപ്പോയി, 8 ഇൻറ്റു 3 24 എന്ന് കിട്ടും. കണ്ടോ? അപ്പം ഈ രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാം. ഓക്കെ ആണല്ലോ? എളുപ്പമാണ്. ശരി, മുന്നോട്ട് പോവാവേ. 57ൻ്റെ 33/100% നമ്മൾ പഠിച്ചു. ഒരു സംഖ്യയുടെ 31/100% കാണാൻ ആ സംഖ്യനെ 1/3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 57ൻ്റെ 33/100% കാണാൻ 57 ഇൻറ്റു 1/3 ചെയ്താൽ മതി. ആണോ? ആൻസർ നമുക്ക് 19 എന്ന് കിട്ടും. 19 ശരിയല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് വൺ 72ൻ്റെ 66/2%. ഒരു സംഖ്യയുടെ 66/2% കാണാൻ ആ സംഖ്യനെ 2 കൊണ്ട് ഗുണിക്കണം. ആണോ? 72ൻ്റെ 66/2% കാണാൻ ആ സംഖ്യ 2/3 കൊണ്ട് ഗുണിക്കണം. നമുക്ക് വെട്ടിക്കളയാം. ഇതും കൂടെ 2 തവണ. ആണോ? 12ൽ 4 തവണ. 24 ഇൻറ്റു 2 48 എന്ന് ആൻസർ കിട്ടും. ആണോ? ആൻസർ 48. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 192ൻ്റെ 8/3%. ഒരു സംഖ്യയുടെ 8/3% കാണാൻ ആ സംഖ്യ 1/12 കൊണ്ട് ഗുണിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചേ? ആണ്. രണ്ടിനെ നമുക്ക് ഒന്നെങ്കിൽ 12 വെച്ചങ്ങ് നേരിട്ട് വെട്ടാം. 12 വെച്ച് വെട്ടിയാൽ 19ൽ 12 ഒരു തവണ, ബാക്കി ശിഷ്ടം 7. 72ൽ 12 6 തവണ. ആൻസർ 16 എന്ന് കിട്ടും അല്ലേ? 192 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ഇത് ശ്രദ്ധിച്ചോണേ. 12.5ൻ്റെ 80% അല്ലേ? ഓക്കെ. പ്ലസ് 25.6ൻ്റെ 50%. ഇതല്ലേ ചോദ്യം മക്കളെ? ആണ്. ഓർത്തേ, 12.5ൻ്റെ 80% കാണണം. എനിക്ക് ഇതിനെ എഴുതാൻ മേലെ 80ൻ്റെ 12.5% എന്ന് എഴുതാമല്ലോ. നമ്മൾ പഠിച്ചു എയുടെ ബി ശതമാനം തന്നെയാണ് ബിയുടെ എ ശതമാനം എന്ന് പഠിച്ചില്ലേ? അപ്പോൾ 12.5ൻ്റെ 80% കാണുന്നതിന് പകരം 80ൻ്റെ 12.5% കണ്ടാലും പോരെ. പ്ലസ് 25.6ൻ്റെ 50%. ഓക്കെ, 25.6ൻ്റെ 50% ആണോ? ഇനി നമ്മൾ പഠിച്ചു ഒരു സംഖ്യയുടെ 12.5% കാണാൻ സംഖ്യേനെ ഇൻറ്റു 1/8 ചെയ്താൽ മതി, അല്ലെങ്കിൽ സംഖ്യേനെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 80ൻ്റെ 12.5% കാണാൻ 80/8 ചെയ്യണം, ആണോ? പ്ലസ് 25.6ൻ്റെ 50% കാണാൻ സംഖ്യ ഇൻറ്റു 1/2. 50% സംഖ്യയുടെ പകുതിയല്ലേ? അപ്പോൾ 25.6ൻ്റെ പകുതി എടുത്താൽ മതി, ആണോ? ഇത് നമുക്ക് 10 എന്നല്ലേ കിട്ടുന്നേ? പ്ലസ് ഇത് എത്ര കിട്ടും മക്കളെ? 128. 12.8 കിട്ടും, ആണോ? ആൻസർ 22.8 എന്നാണ് കിട്ടുന്നത്. ചെയ്തത് ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ 22.8 ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ചെയ്തത് ഓക്കെ ആണോ? ആണ്. നെക്സ്റ്റ് വൺ, 0.02 എന്ന് പറഞ്ഞാൽ X% ആയാൽ എക്സിൻ്റെ വില അല്ലേ? 0.02 ഈക്വൽ ടു X% ആണ് അല്ലേ? ഓക്കെ, നമുക്കറിയാം X% എന്ന് പറഞ്ഞാൽ X/100 ആണ്. X% എന്ന് പറഞ്ഞാൽ X/100 ആണ്, ആണോ? അപ്പോൾ 0.02 ഈസ് ഈക്വൽ ടു X/100 എന്ന് കിട്ടും അല്ലേ? ഈ 100 ഇങ്ങോട്ട് പോകും. അപ്പോൾ 0.02 ഇൻറ്റു 100 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും അല്ലേ? നമുക്കറിയാം ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 2 പോയിന്റ് വലത്തോട്ട് മാറ്റണം അല്ലേ? അപ്പോൾ 0.02ൻ്റെ 2 പോയിന്റ് വലത്തോട്ട് മാറ്റുമ്പോൾ അത് 2 ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വില 2 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തത് ഓക്കെ ആണോ മക്കളെ? യെസ്. നെക്സ്റ്റ് വൺ, ഒരു സംഖ്യയുടെ 0.5%ൻ്റെ 0.25% 0.0085 ആയാൽ സംഖ്യ. ഓക്കെ, 0.5% എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ എന്നല്ലേ? അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്ന് എടുക്കാം. ഒരു സംഖ്യയുടെ 0.5% എന്ന് പറഞ്ഞാൽ അല്ലേ? 0.5%ൻ്റെ ഓക്കെ, നമുക്കത് ഇങ്ങനെ എഴുതാവേ. ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു. അപ്പോൾ എക്സിൻ്റെ ആണല്ലോ 0.5%ൻ്റെ 0.5%ൻ്റെ അല്ലേ? 0.5%ൻ്റെ 0.5% എന്ന് പറയുന്നത് 0.0085 ആണ്, ആണോ? അപ്പം എക്സിൻ്റെ 0.5% എന്ന് പറഞ്ഞാൽ മക്കളെ 0.5% എന്ന് പറഞ്ഞാൽ 0.5/100 അല്ലേ? ശതമാന ചിഹ്നം മാറ്റാൻ 100 ചെയ്താൽ പോരെ? അപ്പം ഇത് സോൾവ് ചെയ്യാൻ 1/2 ഇൻറ്റു 100/1 1/100 എന്ന് വരും, ശരിയാണോ? അപ്പം നമുക്ക് 1/200 എന്നാ കിട്ടുന്നത്. 1/200 എന്നാ കിട്ടുന്നത് അല്ലേ? അപ്പം 0.5% എന്ന് പറഞ്ഞാൽ 1/200 ആണ്. ഇൻറ്റു 0.5% എന്ന് പറഞ്ഞാലോ 1/4% എന്ന് പറഞ്ഞാൽ 1/4/100 അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത് 1/4 ഇൻറ്റു 1/100 അല്ലേ? അപ്പോൾ അത് 1/400 അല്ലേ? 1/400 ഈസ് ഈക്വൽ ടു 0.0085 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എക്സ് കാണാൻ ഇവന്മാരെല്ലാം അങ്ങോട്ട് പോകും. 0.0085 ഇൻറ്റു 200 ഇൻറ്റു 400 എന്ന് കിട്ടും. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഇനി നമുക്ക് എക്സ് കാണാൻ വേണ്ടി ഇങ്ങനെ എഴുതാമല്ലോ. 0.0085 ഇൻറ്റു മക്കളെ ഇത് തമ്മിലങ്ങ് ഗുണിച്ചേ. അപ്പം 8 ഇൻറ്റു 10,000 എന്ന് കിട്ടില്ലേ? അതായത് 80,000 അല്ലേ അത്? 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 4 0 10,000, അതായത് 80,000. ഇനി ഇത് രണ്ടും കൂടി അങ്ങ് ചെയ്യുവാണെങ്കിലേ
മക്കളെ 0.0085 ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ 85 എന്ന് കിട്ടും. 85 ഇൻറ്റു 8 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ആണോ? 85 ഇൻറ്റു 8 നമുക്ക് 680 എന്ന് കിട്ടും മക്കളെ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കുറച്ച് വലിയ ചോദ്യമാണ് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ഞാൻ. ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു. 0.5% 0.5% ഇതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സംഖ്യ എക്സ് എന്ന് എടുത്തു. 0.5% എന്ന് പറഞ്ഞാൽ 0.100 അല്ലേ? ശതമാനത്തിൽ നിന്ന് മാറ്റാൻ ബൈ 100 എന്ന് പറഞ്ഞാൽ 1/200 മക്കളെ 0.5%. ആണോ? ഇനി 0.5% എന്ന് പറഞ്ഞാൽ 1/400 മക്കളെ 0.5% എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു 0.5% എന്ന് പറഞ്ഞാൽ 1/200 ഇൻറ്റു 0.5% എന്ന് പറഞ്ഞാൽ 1/400 ഈക്വൽ ടു 0.0085. ഓക്കെ, ഇവന്മാർ രണ്ടുപേരും ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാവുമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.0085 അവിടെ ഉണ്ട്. 200 ഇൻറ്റു 400. ഞാൻ ഈ രണ്ടും ഈ 4ഉം കൂടെ ഗുണിച്ച് 8 എന്ന് എഴുതി. 100 ഇൻറ്റു 100 10,000 എന്ന് എഴുതി. കണ്ടോ എങ്ങനെ എഴുതാൻ കാരണം? ഇവിടെ കണ്ടോ, ഇതും കൂടെ ഗുണിക്കുവാണെങ്കിൽ ആ പോയിന്റ് അങ്ങ് പൊക്കോളും. നമുക്കറിയാം 10,000 കൊണ്ട് ഗുണിക്കണമെങ്കിൽ 4 പോയിന്റ് വലത്തോട്ട് മാറ്റണം അല്ലേ? ഇവിടെ 4 പോയിന്റ് വലത്തോട്ട് മാറ്റുമ്പോൾ 85 ആകും അല്ലേ? ഈ 8 അവിടെ കിടപ്പും. 85 ഇൻറ്റു 8 680 എന്ന് ഉത്തരം കിട്ടും. കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യമാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 340ന്റെ 30%. 340ന്റെ എത്ര ശതമാനം? 30%. 230ന്റെ 80% കൂട്ടിയാൽ എത്ര കിട്ടും? ഇതല്ലേ ചോദ്യം മക്കളെ? ആണ്. ഈ 340ന്റെ 30% കണ്ടുപിടിക്കാമല്ലോ. 340ന്റെ 10% 34 അല്ലേ? അപ്പം 30% 34ന്റെ 3 ഇരട്ടിയല്ലേ? അപ്പം നമുക്ക് 102 എന്നല്ലേ കിട്ടുന്നത്? 34 ഇൻറ്റു 3 102. ചെയ്ത ലോജിക്ക് മനസ്സിലായോ? 340ന്റെ 30% ആണ്. 10% 34. 30% 3 ഇരട്ടി. 34 ഇൻറ്റു 3 102. ഓക്കെ, പ്ലസ് 230ന്റെ 80%. 230ന്റെ 10% 23 അല്ലേ? അപ്പം 80% കാണാൻ 23 ഇൻറ്റു 8 അല്ലേ ചെയ്യണ്ടേ? അത് 184 എന്ന് കിട്ടും. ആണോ? അപ്പം നമുക്ക് 200 286 എന്നാണ് ഉത്തരവായിട്ട് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 286. ചെയ്ത രീതി ക്ലിയർ അല്ലേ? ഒന്നുമില്ല. 340ന്റെ 30% കാണാം. ഇക്വേഷൻ വെച്ച് ചെയ്യാൻ അറിയാം. 340 ഇൻറ്റു 30/100 നമ്മൾ മനക്കണക്കായിട്ട് ചെയ്തു. 10% 34, 30% അതിൻ്റെ 3 ഇരട്ടി. ഓക്കെ, 230ന്റെ 80% കാണും. 10% 23, 80% അതിൻ്റെ 8 ഇരട്ടി അല്ലേ? ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 286 എന്ന് കിട്ടും. ചെയ്തത് പക്കയാണല്ലോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. യെസ്, 450ന്റെ അല്ലേ 40% നിന്നും മൈനസ് 180ന്റെ 90% കുറച്ചാൽ എത്ര കിട്ടും? ഇതാണ് ചെയ്യേണ്ടത്. ആണോ? 450ന്റെ 40% കാണാൻ മക്കളെ 1% 45 അല്ലേ? 1% 45 ആണെങ്കിൽ 1% അല്ല 10% 45 ആണെങ്കിൽ 40% അതിൻ്റെ 4 ഇരട്ടിയല്ലേ? 45 ഇൻറ്റു 4 180 എന്ന് കിട്ടും. മൈനസ് 180ന്റെ 90% കാണണമല്ലോ. നമുക്കറിയാം 10% 18 അല്ലേ? അപ്പോൾ 90% 18 ഇൻറ്റു 9 അല്ലേ? 162 എന്ന് കിട്ടും അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് 18 എന്നല്ലേ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? സോ ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തത് പക്കയാണോ? 450ന്റെ 40% കാണാൻ 10%ന്റെ 4 ഇരട്ടി എടുത്തു. 180ന്റെ 90% കാണാൻ 10%ന്റെ 9 ഇരട്ടി എടുത്തു. ഡിഫറൻസ് കണ്ടു. ആൻസർ 18 എന്ന് കിട്ടും. ഇത്രയും ചെയ്തത് പക്കയാണോ? എങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 42% ക്ഷാമ ബത്തയായി കിട്ടുന്നു. ശമ്പളം 1250 രൂപയാണെങ്കിൽ ക്ഷാമ ബത്ത എത്ര?
ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 42% ക്ഷാമബത്തയായി കിട്ടുന്നു എന്നല്ലേ? ശമ്പളം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ 42% അയാളുടെ ക്ഷാമബത്ത. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 1250ൻ്റെ എത്ര ശതമാനം കാണണം മക്കളെ? 42% കണ്ടാൽ ഉത്തരവായി. ആണോ? 1250ൻ്റെ 42% ക്ഷാമബത്തയായി കിട്ടുന്നു എന്നാണ്. അപ്പോൾ 1250ൻ്റെ 42% കണ്ട ഉത്തരവായി. 1250ൻ്റെ 42% കാണാൻ 1250 ഇൻറ്റു 42/100 ചെയ്താൽ പോരെ? അല്ലെങ്കിൽ 1250ൻ്റെ 42% കാണാൻ 1% 12.5 അല്ലേ? ഇൻറ്റു 42 ചെയ്താൽ 42% കിട്ടില്ലേ? ഈ രണ്ടെണ്ണത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആണോ? സോ ഇത് വെട്ടിക്കളഞ്ഞ് ചെയ്യാനാണെങ്കിൽ 50 വെച്ച് വെട്ടിക്കളയാം മക്കളെ. 50 വെച്ച് വെട്ടിക്കളയുമ്പം 2 തവണ. ഓക്കെ, 125ൽ 50 2 തവണ. ബാക്കി 25, 250ൽ 50 5 തവണ അല്ലേ? ഈ രണ്ടും ഇതും വെട്ടിക്കളയാം. 21, 25 ഇൻറ്റു 21 എന്ന് വരും. 25 ഇൻറ്റു 21 നമുക്ക് 525 എന്ന് കിട്ടും. നിങ്ങൾ നേരെ ഗുണിക്കാനാണെങ്കിലും 12 ഇൻറ്റു 42 525 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. പക്കയാണല്ലോ? മുന്നോട്ട് പഠിക്കാം. നെക്സ്റ്റ്, ഒരു ടാങ്കിൽ 425 ലിറ്റർ വെള്ളമുണ്ട്. ഇതിൽ നിന്നും 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അളവ്. അപ്പം 425 ലിറ്റർ വെള്ളമുള്ള ടാങ്കിൽ നിന്നും 8% ഒഴുകിപ്പോയെന്നല്ലേ? അപ്പം ആദ്യം നമുക്ക് 425ൻ്റെ 8% കണ്ടുപിടിക്കാം. 425ൻ്റെ 8% ആണോ? 8% കാണാൻ 425 ഇൻറ്റു 8/100 ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ 1%ൻ്റെ 8 ഇരട്ടി എടുത്താലും മതി കേട്ടോ. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം. 50 വെച്ച് വേണമെങ്കിൽ 25 വെച്ച് വെട്ടിക്കളയാം 4 തവണ. 25 വെച്ച് വെട്ടുമ്പോൾ 16 1 17 തവണ. ഇതും വെട്ടിക്കളയാം 2 തവണ. ഉത്തരം 34 ലിറ്റർ എന്ന് കിട്ടും. അപ്പം 425ൻ്റെ 8% 34 ലിറ്ററാണ്. അപ്പം 8% വെള്ളം ഒഴുകിപ്പോയെന്ന് പറഞ്ഞാൽ 34 ലിറ്റർ വെള്ളം ഒഴുകിപ്പോയെന്ന അർത്ഥം. ആണോ? ബാക്കി എത്രയുണ്ടെന്നറിയാൻ 425ൽ നിന്നും 34 അങ്ങ് കുറച്ചാൽ പോരെ മക്കളെ? നമുക്ക് 391 ലിറ്റർ എന്ന് കിട്ടും. ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതൊരു മെത്തേഡ് അല്ലേ? 425 ലിറ്റർ വെള്ളമുള്ള ടാങ്കിൽ നിന്ന് 8% ഒഴുകിപ്പോയി. അപ്പോൾ ഒഴുകിപ്പോയത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി 425ൻ്റെ 8% കണ്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് 34 ലിറ്റർ ഒഴുകിപ്പോയെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 425ൽ നിന്ന് 34 കുറച്ചാൽ ബാക്കി 391 ലിറ്റർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇപ്പം ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത്. ഇനി വേറെ എങ്ങനെയൊക്കെ ചെയ്യാം ഈ കണക്ക്? വേറെ നമുക്ക് ചെയ്യുന്ന മാർഗം, 425 ലിറ്റർ വെള്ളത്തിൽ നിന്നല്ലേ 8% ഒഴുകിപ്പോയത്? 8% വെള്ളം ഒഴുകിപ്പോയാൽ 425ൻ്റെ 92% അവിടെ ബാക്കി കിടപ്പുണ്ട്. 425 ലിറ്ററിൽ നിന്നും 8% ഒഴുകിപ്പോയി. മക്കളെ, 8% ഒഴുകിപ്പോയെങ്കിൽ ബാക്കി 92% അവിടെ ഉണ്ട്. ആണോ? അപ്പം 425ൻ്റെ 92% എത്രയാണെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ആണോ? 425 ഇൻറ്റു 92 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് എത്ര വെള്ളം അവിടെ ഉണ്ടെന്ന് കിട്ടും. 8% പോയെങ്കിൽ ബാക്കി 92% അവിടെ ഉണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് നമുക്ക് 25 വെച്ച് വെട്ടിയാൽ എത്ര തവണ? 4 തവണ. ഇത് 25 വെച്ച് വെട്ടിയാൽ 17 തവണ. ആണോ? 4ഉം 92ഉം വെട്ടാം. ഇത് 2 തവണ. 12ൽ 3 തവണ. 17 ഇൻറ്റു 23 391 ലിറ്റർ എന്ന് ഡയറക്റ്റ് ഉത്തരം കിട്ടും അല്ലേ? 425 ലിറ്റർ വെള്ളത്തിൽ നിന്നും 8% വെള്ളം ഒഴുകിപ്പോയാൽ ബാക്കി 92% വെള്ളമുണ്ട്. അപ്പം 425ൻ്റെ 92% എത്രയാണെന്ന് ഡയറക്റ്റ് കണ്ടുപിടിച്ചു അല്ലേ? ഇനി ഇതേ സാധനം ഇങ്ങനെ ചെയ്യാം.
425 ലിറ്റർ വെള്ളമല്ലേ ഉള്ളത്. അപ്പം 100% എന്ന് പറയുന്നതാണ് എത്ര? 425 ലിറ്റർ ആണോ? 8% വെള്ളം ഒഴുകിപ്പോയാൽ 92% അവിടെയുണ്ട്. 92% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. എല്ലാം ഒന്ന് തന്നെ, പല രീതിയിൽ പല ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ 92 × 425/100 ഇവിടെ വരുന്ന അതേ സ്റ്റെപ്പാണ്, ഇവിടെ വരുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ്. സോൾവ് ചെയ്യുമ്പോൾ 391 ലിറ്റർ എന്ന് കിട്ടും. മക്കളെ, ഞാനിതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് നല്ല വ്യക്തത വേണം. എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ മതി. ആ ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റണം കേട്ടോ. നമ്മൾ പഠിക്കുമ്പം നല്ല വ്യക്തവും ശക്തവുമായിട്ട് പഠിക്കണം. വേണം. തട്ടിക്കൂട്ടിയുള്ള പഠിത്തമല്ല. നല്ല കൃത്യതയോടെ മനസ്സിലാക്കി, പരമാവധി അതിൻ്റെ രീതികൾ മനസ്സിലാക്കി, കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കണം. എപ്പോഴും ഓർക്കാം മക്കളെ, മാത്സിൻ്റെ മെച്ചം ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും അപ്ഡേഷൻ ഇല്ല അല്ലേ. ലൈഫ് ടൈമിൽ ഒറ്റത്തവണ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് നോട്ട് എഴുതണം, എന്നിട്ട് ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും എടുത്ത് പ്രയോഗിക്കാം. ഒരിക്കലും ഇത് നഷ്ടമാവില്ല. എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു പഠിത്തമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ? അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ ചില കണക്കുകൾ 2ഓ 3ഓ രീതിയിലൊക്കെ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിബിലിറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോട്ടിൽ എഴുതുക, വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതൊക്കെ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്കൊന്നും മിസ്സായി പോകരുത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 15,000 രൂപ ശമ്പളമുള്ള ഒരാളുടെ ശമ്പളത്തിൽ 20% വർധന ഉണ്ടായാൽ പുതിയ ശമ്പളം. അപ്പം അയാളുടെ ശമ്പളം 20% അല്ലേ വർദ്ധിച്ചേ. അപ്പം നമുക്ക് 15,000-ൻ്റെ 20% എത്രയാണെന്ന് നോക്കാം. 15,000-ൻ്റെ 20%, 20% വർധനവുണ്ടായി അല്ലേ. 15,000-ന് 20% എത്രയാണെന്ന് നോക്കാം. 15,000-ൻ്റെ 10% 1,500 അല്ലേ. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ 3,000 അല്ലേ മക്കളെ. അപ്പോൾ 3,000-ന് വർധനവുണ്ടായി ആണോ. അപ്പോൾ പുതിയ ശമ്പളം കാണാൻ 15,000 + 3,000 എത്രയാ? ഈക്വൽ ടു 18,000 അയാളുടെ പുതിയ ശമ്പളം. ഞാൻ ചെയ്ത രീതി ക്ലിയർ ആണോ? 20%-ൻ്റെ വർധനവല്ലേ സാലറിയിലുണ്ടായേ. അപ്പോൾ 15,000 + 20% ആണോ? 20%-ൻ്റെ വർധന. അപ്പോൾ ആദ്യം ഞാൻ 15,000-ൻ്റെ 20% കണ്ടുപിടിച്ചു. എനിക്ക് 3,000 എന്ന് കിട്ടി. അപ്പോൾ 20% വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ 3,000-ൻ്റെ വർധന ഉണ്ടായെന്ന് അർത്ഥം. അപ്പോൾ 15,000 + 3,000 പുതിയ ശമ്പളം 18,000. ഇതാണ് ചെയ്യുന്ന ഒരു രീതി. മറ്റൊരു രീതി മക്കളെ, 20% വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ അയാളുടെ പുതിയ ശമ്പളം 15,000-ൻ്റെ 120% ആയിരിക്കും. 15,000-ൻ്റെ 120% ആയിരിക്കും അല്ലേ. കാരണം 15,000 ഉണ്ട്, 20% വർധന ഉണ്ടായി. അപ്പോൾ പുതിയ ശമ്പളം 15,000-ൻ്റെ 120%-ന് തുല്യമായിരിക്കും. അപ്പോൾ 15,000 × 120/100 ഒരുമിച്ച് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ഉത്തരം 18,000 എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പിന്നെയുള്ള മാർഗം എന്താ? ഇവിടെ 100% എന്ന് പറയുന്നതാണ് അയാളുടെ ആദ്യത്തെ സാലറി 15,000. ഇപ്പം 20% വർധനവുണ്ടായാൽ 120% ആകും പുതിയ സാലറി. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കണ്ടോ, ഇങ്ങനെ എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. 120 × 15,000 / 100 കിട്ടും മക്കളെ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോഴും നമുക്ക് ഉത്തരം 18,000 എന്ന് ഡയറക്റ്റ് കിട്ടിക്കോളും. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ മക്കളെ. ഇപ്പം 80-ൻ്റെ ശ്രദ്ധിക്കണേ, 80-ൻ്റെ 110% എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാവരും ശ്രദ്ധിച്ചോണേ, ബേസാണേ. 80-ൻ്റെ 110% എന്ന് പറഞ്ഞാൽ അർത്ഥം 80-ൻ്റെ കണ്ടോ, 80-ൻ്റെ 100%
പ്ലസ് 80ൻ്റെ 10% എന്നാണ്. 80ൻ്റെ 110% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 80ൻ്റെ 100% പ്ലസ് 80ൻ്റെ 10%ആണ് 80ൻ്റെ 110%. 80ൻ്റെ 100% ഒരു സംഖ്യയുടെ 100% ആ സംഖ്യയല്ലേ? അപ്പം 80ൻ്റെ 100% 80 അല്ലേ? പ്ലസ് 80ൻ്റെ 10%. കണ്ടോ? അപ്പം 80ൻ്റെ 110% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ മക്കളെ? 80ൻ്റെ 110% എന്ന് പറഞ്ഞാൽ 80ൻ്റെ കൂടെ 80ൻ്റെ 10% കൂടെ കൂട്ടുന്ന ഈ 2 സ്റ്റെപ്പിനെ ഒറ്റയാക്കി പറയുന്നതാണ് 80ൻ്റെ 110%. കണ്ടോ? 80ൻ്റെ 110% എന്ന് പറഞ്ഞാൽ 80ൻ്റെ കൂടെ 80ൻ്റെ 10% കൂടെ കൂട്ടുന്നതിനെയാണ് 80ൻ്റെ 110% എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 80ൻ്റെ കൂടെ 80ൻ്റെ 10% കൂടെ കൂട്ടുന്നതാണ് 80ൻ്റെ 110%. അങ്ങനെയാണെങ്കിൽ മക്കളെ 1500ൻ്റെ 120% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിൻ്റെ അർത്ഥം 1500ൻ്റെ കൂടെ 1500ൻ്റെ 20% കൂടെ കൂട്ടുന്ന ഈ 2 സ്റ്റെപ്പിനെ ഒരുമിച്ച് എഴുതുന്നതാണ് 1500ൻ്റെ 120%. കണ്ടോ? അപ്പോൾ 1500ൻ്റെ 120% എന്ന് പറഞ്ഞാൽ 1500ൻ്റെ കൂടെ 1500ൻ്റെ 20% കൂടെ കൂട്ടുന്നതിനെയാണ് 1500ൻ്റെ 120% എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പോൾ 800ൻ്റെ 140% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 800ൻ്റെ കൂടെ 800ൻ്റെ 40% കൂടെ കൂട്ടുന്നതിനെയാണ് 800ൻ്റെ 140% എന്ന് പറയുന്നത്. ടെക്നിക്ക് മനസ്സിലായോ? ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നേരെ തിരിച്ച് ഈ എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെച്ചോണം ഞാൻ പറഞ്ഞത് കേട്ടോ. നോട്ടിലേക്ക് കേട്ടുപോകാതെ എല്ലാം നോട്ട് ചെയ്ത് പൊക്കോണം കേട്ടോ. ഇനി അടുത്തത് മക്കളെ, എന്താ 1600ൻ്റെ 90% എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? 1600ൻ്റെ 90% എന്ന് പറഞ്ഞാൽ 1600ൻ്റെ 100% മൈനസ് 1600ൻ്റെ 10%. ഇതാണ് 1600ൻ്റെ 90%. അപ്പോൾ 1600ൻ്റെ 100% എത്രയാ? 1600 മൈനസ് 1600ൻ്റെ 10%, 1600ൻ്റെ 10%. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് 1600ൻ്റെ 100% 1600? ഒരു സംഖ്യയുടെ 100% ആ സംഖ്യ. എന്താണ് 1600ൻ്റെ 90% എന്ന് പറഞ്ഞാൽ? 1600ൽ നിന്നും 1600ൻ്റെ 10% കുറയ്ക്കുന്നതാണ് 1600ൻ്റെ 90%. ടെക്നിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 700ൻ്റെ 80%ത്തിൻ്റെ അർത്ഥം എന്താ മക്കളെ? 700ൽ നിന്നും 700ൻ്റെ 20% കുറയ്ക്കുന്നതാണ് 700ൻ്റെ 80%. 700ൽ നിന്നും 700ൻ്റെ 20% കുറയ്ക്കുന്നതാണ് 700ൻ്റെ 80%. ഇതാണ് ഒരു ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതിലെന്തെങ്കിലും സംശയമോ പ്രശ്നമോ ഉണ്ടോ? നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അറിയത്തില്ലാത്ത കുട്ടികളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് സാവകാശം കൺസെപ്റ്റുകളും ടെക്നിക്കുകളും ഒരു കണക്ക് 2ഓ 3ഓ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒക്കെ പറഞ്ഞ പോണേ. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പം നിങ്ങൾ അറിയാവുന്നവരാണെങ്കിലും നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ കൺസെപ്റ്റുകൾ ഐഡിയകൾ കുറച്ചുകൂടെ ക്ലിയർ ആകും, കുറച്ചുകൂടെ വ്യക്തമാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസം പഠിക്കാം. നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്ത ക്ലാസ്സുകൾ ചെയ്യുന്നത്, നിങ്ങളുടെ റെസ്പോൺസുകൾ തീരെ കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് ഒരു സങ്കടം തോന്നും. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് സമയമില്ലാതെ ക്ലാസ്സുകൾ ചെയ്ത് പഠിപ്പിച്ച് പറഞ്ഞു തരുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് കമൻറ്റ് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ അല്ലേ നല്ല വാക്ക് പറയാനോ നിങ്ങൾ മടി കാണിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, എനിക്ക് എന്ന് മാത്രമല്ല
അധ്യാപകർ ചെയ്യുന്നവരെല്ലാവരും ഇതിൻ്റെ അകത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന. അപ്പം നിങ്ങളുടെ ചെറിയൊരു ലൈക്ക്, ഒരു ലവ്, ജസ്റ്റ് ഒരു കമൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് തീരെ എഫേർട്ട് കുറവാണ് അല്ലേ? പക്ഷേ ചെയ്യുന്നവർക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതിന് ഒരു എഫേർട്ടിന് ഒരു നല്ല വാക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കെന്നല്ല, നിങ്ങൾ ആരുടെ ക്ലാസ്സുകൾ കണ്ട് ഉപകാരപ്പെട്ടാലും ഒരു നല്ല വാക്ക് പറയാൻ മടി കാണിക്കാതിരിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.